ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യത്തിൽ കുടിക്കാൻ അല്പം വെള്ളം തരാമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ക്രിസ്തുവിന് നല്ല ദാഹമുണ്ടായിരുന്നു. ഒരുപക്ഷെ നല്ല ദാഹമുണ്ടായിട്ടായിരിക്കാം ഒരു ശമരിയാക്കാരിയോട് ഒരു യഹൂദനായ ക്രിസ്തുവിന് വെള്ളം ചോദിക്കേണ്ടി വന്നത്. കാരണം ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാനായി നഗരത്തിലേക്ക് പോയിരിക്കുകയാണ്. അവർ തിരികെ വരാൻ നല്ല സമയമെടുക്കും. ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിൽ പോയി തിരികെ വരിക എന്നത് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഏറെ ദുഷ്കരമാണല്ലോ. അതുവരെ ദാഹിച്ചിരിക്കുക ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. അതിനാലാണ് ക്രിസ്തു വെള്ളം ആവശ്യപ്പെട്ടതെന്ന് നമുക്ക് ധരിക്കാം. സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന്റെ ഏറ്റവും ദീർഘമായ സംഭാഷണങ്ങളിലൊന്നാണ് ശമരിയ സ്ത്രീയുമായി നടത്തുന്നത്. എന്നാൽ അത്രയേറെ സമയം സംസാരിച്ചിരുന്നിട്ടും അവൾ ക്രിസ്തുവിന് വെള്ളം കൊടുത്തതായിട്ടോ ക്രിസ്തു വെള്ളം കുടിച്ചതായിട്ടോ വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ കാണുന്നില്ല. ക്ഷീണിച്ചിരുന്ന ക്രിസ്തു ശിഷ്യന്മാർ കൊണ്ടുവന്ന ഭക്ഷണം പോലും വേണ്ടെന്ന് പറഞ്ഞ് കാത്തിരുന്നത് മറ്റൊരു ഭക്ഷണം കഴിക്കാനായിരുന്നു. എൻ്റെ അടുക്കിൽ നിന്ന് കുടിക്കുന്നവന് പിന്നെ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ദാഹവും വിശപ്പും യഥാർത്ഥത്തിൽ വെള്ളത്തിനോ ഭക്ഷണത്തിനോ ആയിട്ടായിരുന്നില്ല. BC 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു ശത്രുതയുടെ കഥയുണ്ട് യഹൂദരും ശമര്യരും തമ്മിൽ. മിശ്രവിവാഹത്തിലൂടെ വിവാഹം കഴിച്ചവരുടെ സന്തതി പരമ്പരകളായ ശമര്യരെ എന്നും അശുദ്ധരായിട്ട് മാത്രമേ യഹൂദർ കണ്ടിരുന്നുള്ളൂ. ആ ശത്രുതയെയും സ്ത്രീ പുരുഷ സംസാരത്തിലെ ബന്ധനങ്ങളെയും എല്ലാം മറികടന്ന് ക്രിസ്തു വെള്ളം ചോദിച്ചത് ദാഹത്തിന്റെ പരിഹാരമായിട്ടല്ല, അവളുടെ തിരിച്ചറിവിന് വേണ്ടിയാണ്. പ്രജാതികളെന്ന് വിളിച്ചു മാറ്റി നിർത്തപ്പെട്ട അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ അവളുടെ ഒരു യാത്രയുണ്ട്. തൻ്റെ പട്ടണത്തിലേക്ക് ഓടിപ്പോയി എല്ലാവരോടും മിശിഹായെക്കുറിച്ച് പറയാൻ കാണിച്ച അവളുടെ ദാഹവും ശ്രദ്ധിക്കപ്പെടുന്നു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന ശമര്യരുടെ സാക്ഷ്യം ക്രിസ്തുവിന്റെ ദാഹത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ദാഹം എന്തിനായിരിക്കണം എന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ ഉന്നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ജാതിയുടെ, മതത്തിന്റെ, നിറത്തിന്റെ, സമ്പത്തിന്റെ, പദവിയുടെ ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് നിർത്താനുള്ള കഠിനമായ ദാഹം ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ, എല്ലാവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ, എന്നും തീരാത്ത ദാഹമുള്ളവരായി മാറാൻ ക്രിസ്തു ഏവരെയും സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണ് എല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണ് എല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്.